വെൽക്കം ടു ലീനിയർ ഇന്ത്യ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമെന്റ് ആണ്. സിമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതൊരു സ്ട്രക്ചറിൻ്റെയും ഒരു ഹാർഡനിങ്ങിന് വേണ്ടിയും പെട്ടെന്ന് ആ ഒരു സ്ട്രക്ചർ സെറ്റ് ആവാൻ വേണ്ടിയും ആയിട്ട് ഒരു ബൈൻഡിങ് മെറ്റീരിയൽസ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമെന്റ് നമ്മൾ യൂസ് ചെയ്യണത്. സിമെന്റ് നമ്മൾ പല ടൈപ്പ് ഉണ്ട്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് OPC, പോർട്ട്ലാൻഡ് പൊസലോണ സിമെന്റ് PPC, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആൻഡ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. ഈ നാലെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ബ്രിക്ക്. ബ്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്ടാങ്കുലർ സോളിഡ് ഷേപ്പ് ആണ്, സോളിഡ് ബ്ലോക്ക് ഷേപ്പ് ആണ് നമുക്ക് ബ്രിക്ക് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രിക്സ് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ബേൺ ക്ലേ ബ്രിക്സ്, ഫ്ലൈ ആഷ് ബ്രിക്സ്, കോൺക്രീറ്റ് ബ്രിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രിക്സ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു സ്ട്രക്ചറിന്റെ ഭിത്തി കെട്ടാൻ വേണ്ടിയും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സ്ട്രക്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യണത്. മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്. ഓക്കെ, സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒക്കറിങ്, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ സ്റ്റോൺ എന്ന് പറയുന്നത്. അത് മെയിൻലി എന്താണ്, ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ എന്താണ് ഒരു വോളിന്റെ ഡിസൈൻ വർക്കിന് വേണ്ടിയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ഗ്രാനൈറ്റ്, നമുക്കറിയാം നമ്മുടെ ടൈലും ഗ്രാനൈറ്റും കാര്യങ്ങളും എല്ലാം എന്താണ് സ്റ്റോൺസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഇതാണ്, വസ്തുവാണ് നമുക്ക് എന്ത് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, മാർബിൾ, ലാറ്ററൈറ്റ് ഇവ. ഫോർത്ത് വൺ ആണ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് നിങ്ങൾക്കറിയാം എന്താണ്, സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റ് എല്ലാം കൂടെ ചേരുന്ന ഒരു മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മുടെ സ്ട്രക്ചേഴ്സ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മെയിൻ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള കോമ്പണൻസ് ആയിട്ടുള്ള കോളം, ബീം, സ്ലാബ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യണത്. അതിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഫിഫ്ത്ത് വൺ ഈസ് ടിമ്പർ. ടിമ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് നാച്ചുറലി നമുക്ക് എന്താണ്, നാച്ചുറൽ ഒക്കേർഡ് ഇൻ ട്രീസ് ആണ്. അതായത് മരങ്ങളിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ടിമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ തടി, അത് നമ്മൾ എന്താണ് സോഫ്റ്റ് വുഡും ഉണ്ട്, ഹാർഡ് വുഡും ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ വിൻഡോസും ഡോർസും അല്ലെങ്കിൽ നമ്മുടെ മേശ, കസേരയ്ക്ക് അതൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ടിമ്പർ നമ്മൾ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ, അല്ലെ എന്താണ് അയണിന്റെയും കാർബൺ കൂടെ ഒരു മിശ്രിതമാണ് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, സ്റ്റീൽ എന്ന് പറയുന്നത്. എന്താണ് മെയിനായിട്ട് നമ്മൾ സ്റ്റീൽ ചെയ്യുന്നത്, എന്താണ് ഒരു ബിൽഡിങ്ങിന്റെ നല്ല ഒരു സ്ട്രെങ്തിന് വേണ്ടിയാണ്. അല്ലെ നമുക്ക് സ്റ്റീൽ യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കോൺക്രീറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രെങ്ത് കൂടെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യണത്. സ്റ്റീൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. മൈൽഡ് സ്റ്റീൽ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, TMT ബാസ് ഉണ്ട്. TMT ബാസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യണതും. മൈൽഡ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും നമ്മൾ ഫാബ്രിക്കേഷൻ വർക്ക്സ്, അല്ലെ നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ, അതേപോലെ തന്നെ ബാൽക്കണി ഹാൻഡ് റെയിൽ, അല്ലാതെ നമ്മുടെ ഒരു പാർട്ടീഷൻസ് അതിനു വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ മൈൽഡ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും നമ്മൾ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽസ് മെയ്ഡ് ഫ്രം സിലിക്ക യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഗ്ലാസ്, ടെമ്പേർഡ് ഗ്ലാസ് ആൻഡ് ലാമിനേറ്റഡ് ഗ്ലാസ്. പ്ലാസ്റ്റിക്. സിന്തറ്റിക് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പോളിമേഴ്സ് ആണ്, മേഡപ്പ് ഓഫ് പോളിമേഴ്സ് ആണ്. അത് പോളിമേഴ്സ് വെച്ചിട്ട്, അതായത് സിന്തറ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് നമ്മൾ എടുക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ മെയിൻ PVC, പോളിയെത്തിലീൻ, അക്രിലിക്. PVCയുടെ ഫുൾ ഫോം എന്താണ്, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. നമുക്ക് പല ഷേപ്പിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പൈപ്പിംഗ് അതിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, PVC പൈപ്പ് വെച്ചിട്ട്, PVC വെച്ചിട്ടാണ് നമ്മൾ എന്താണ് പ്ലംബിങ്ങിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അടുത്ത എന്താണ് ബിറ്റുമിൻ. നിങ്ങൾക്ക് അറിയാം ടാർ, അല്ലെ. അത് നമ്മൾ എന്താണ് മെയിനായിട്ട് യൂസ് ചെയ്യണത്, നമ്മുടെ വാട്ടർ പ്രൂഫിങ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് വാട്ടർ പ്രൂഫ്, ബിറ്റുമിൻ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങും ഉണ്ട്, അല്ലെ. അപ്പൊ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയും അതായത് നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബിറ്റുമിൻ നമുക്ക് യൂസ് ചെയ്യാം. 10th വൺ, ലാസ്റ്റ് വൺ ആണ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. കോമ്പോസിറ്റ് അതിന്റെ പേര് തന്നെയുണ്ട്, രണ്ടിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതാണ് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ഗ്ലാസ് ഫൈബർ റീൻഫോഴ്സ്ഡ്
പ്ലാസ്റ്റിക്കും. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സിനായി ലീനിയർ ഇന്ത്യ ഫോളോ ചെയ്യുക. താങ്ക്